രാഹുൽ മാങ്കൂട്ടത്തിലിനെതിരെ പീഡന പരാതി നൽകിയ അതിജീവിതയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തി വിമർശകരെയെല്ലാം വെട്ടിനിർത്തുകയാണ് രാഹുൽ അനുകൂല സൈബർ പട. സമൂഹ മാധ്യമങ്ങളിലൂടെയാണ് അതിജീവിതയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തിയത്. വാട്സ്ആപ്പ്, ഫേസ്ബുക്ക് ഗ്രൂപ്പുകളിലൂടെയാണ് രാഹുലിനെതിരെ പരാതി നൽകിയ യുവതിയുടെ ചിത്രങ്ങൾ പ്രചരിപ്പിച്ചതും വ്യാപകമായി പ്രചരിപ്പിക്കുന്നതും. സംഭവത്തിന് പിന്നാലെ നിയമ നടപടിക്ക് ഒരുങ്ങിയിരിക്കുകയാണ് അതിജീവിത. അതേസമയം യുവതിയുടെ പരാതിക്ക് പിന്നാലെ മുങ്ങിയ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിൽ തന്നെ തുടരുകയാണ്. കോൺഗ്രസ് നേതാക്കളാണ് രാഹുലിനെ രഹസ്യ കേന്ദ്രത്തിൽ ഒളിപ്പിച്ചിരിക്കുന്നത്. രാഹുലിനെ കണ്ടെത്താനുള്ള പോലീസ് അന്വേഷണവും ഊർജിതമാണ്. പരാതിക്കാരിയായ യുവതിക്കെതിരെ കൂടുതൽ തെളിവുകളുമായി രാഹുൽ മാങ്കൂട്ടത്തിലും ഒപ്പത്തിനൊപ്പം പൊരുതുന്നുണ്ട്. തിരുവനന്തപുരം ജില്ലാ കോടതിയിലാണ് രാഹുൽ സീൽഡ് കവറിൽ തെളിവുകൾ നൽകിയത്. 9 തെളിവുകളാണ് കോടതിയിൽ എത്തിച്ചിരിക്കുന്നത്. യുവതി ജോലി ചെയ്തിരുന്ന ചാനലിന്റെ മേധാവി രാഹുലിനെതിരെ പരാതി കൊടുക്കാൻ യുവതിയെ പ്രേരിപ്പിച്ചു എന്നതടക്കമുള്ള തെളിവുകൾ പെൻഡ്രൈവിൽ നൽകിയിട്ടുണ്ട് എന്നതാണ് റിപ്പോർട്ട്. ഗർഭഛിദ്രം യുവതി സ്വന്തം ഇഷ്ടപ്രകാരമാണ് നടത്തിയതെന്ന് സ്ഥാപിക്കാനുള്ള രേഖകളും ഇതിലുണ്ട്. ബലാത്സംഗം നടന്നെന്ന് പറയുന്ന സമയങ്ങളിലും ഭർത്താവിനൊപ്പമാണ് യുവതി താമസിച്ചത് എന്നതിനുള്ള തെളിവുകളും രാഹുൽ സമർപ്പിച്ച രേഖകളിൽ ഉൾപ്പെടുന്നുണ്ട് എന്നാണ് വിവരം. അതേസമയം രാഹുലിനെതിരെ നിലപാട് കടുപ്പിച്ച് തന്നെയാണ് കോൺഗ്രസ് നേതാവ് കെ മുരളീധരനുള്ളത്. ഉദിച്ചുയരേണ്ട താരങ്ങൾ ഉദിക്കും, അല്ലാത്തത് അസ്തമിക്കുമെന്നാണ് മുരളീധരന്റെ പ്രതികരണം. സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി രാഹുൽ പ്രചാരണത്തിന് ഇറങ്ങേണ്ടെന്നും സസ്പെൻഡ് ചെയ്ത ആളുകളെ ഇനി ഒരു പരിപാടിയിലും കയറ്റരുത് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നും അദ്ദേഹം പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഞങ്ങൾ എന്നെ രാഹുലിനെ സസ്പെൻഡ് ചെയ്ത് കഴിഞ്ഞുവെന്നും ഇത് പുറത്താക്കലിന് തുല്യമാണെന്നും പുറത്താക്കിയ ഒരാളെ വീണ്ടും പുറത്താക്കേണ്ട ആവശ്യമില്ല എന്നും ആ ചാപ്റ്റർ ക്ലോസ് ചെയ്തെന്നുമാണ് മുരളീധരന്റെ വാദം. രാഹുലിനെ സപ്പോർട്ട് ചെയ്ത വീക്ഷണത്തിന്റെ മുഖപ്രസംഗത്തോട് വിശദീകരണം തേടേണ്ട കാര്യമില്ലെന്നും പത്രസ്വാതന്ത്ര്യം ഞങ്ങളുടെ പാർട്ടി പത്രത്തിനും ചാനലിനും ഉണ്ടെന്നും അതിൽ ഞങ്ങൾ ഇടപെടില്ല എന്നുമാണ് മുരളീധരൻ വ്യക്തമാക്കുന്നത്.